PM ശ്രീ പദ്ധതി ധാരണാപത്രം മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് ഇന്ന് കത്തയക്കും. കത്തിന്റെ കരട് മുഖ്യമന്ത്രി പരിശോധിച്ച ശേഷം പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് കത്ത് നൽകുക. സിപിഐക്ക് പുറമെ സിപിഎം സംസ്ഥാന കമ്മിറ്റിയിലും ധാരണാപത്രം ഒപ്പിട്ടതിനെതിരെ വിമർശനം ഉയർന്നിരുന്നു. ഇന്ന് ചേരുന്ന സിപിഐ സംസ്ഥാന കൌൺസിൽ യോഗത്തിലും വിഷയം ചർച്ചയാകും. മുന്നണിയിൽ നിന്ന് പ്രത്യേകിച്ച് സിപിഐയിൽ നിന്ന് കടുത്ത എതിർപ്പ് ഉയർന്നതിനെ തുടർന്ന് കഴിഞ്ഞ ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗമാണ് PM ശ്രീ കരാറിൽ നിന്ന് പിന്മാറുന്നതിന് പകരം തൽക്കാലത്തേക്ക് പദ്ധതി മരവിപ്പിക്കാൻ കേന്ദ്രത്തെ അറിയിക്കാൻ തീരുമാനമെടുത്തത്. ഏതാണ്ട് ഒരാഴ്ച ആയിട്ടും അതുമായി ബന്ധപ്പെട്ട കത്ത് കേന്ദ്രത്തിന് ലഭിച്ചിട്ടില്ല. ഇന്ന് ഈ കത്ത് കൈമാറുമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. വിദ്യാഭ്യാസ വകുപ്പാകും കത്ത് കൈമാറുക. പക്ഷേ മുഖ്യമന്ത്രിയുടെ പരിശോധനയ്ക്ക് ശേഷം കത്ത് മുഖ്യമന്ത്രി പരിശോധിച്ച ശേഷം മാത്രമാകും കത്ത് കൈമാറുക. സംസ്ഥാനത്ത് ഒരു മന്ത്രിസഭാ ഉപസമിതി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഉപസമിതിയുടെ റിപ്പോർട്ട് വരുന്നതുവരെ PM ശ്രീ പദ്ധതി മരവിപ്പിക്കണമെന്ന ആവശ്യമാകും സംസ്ഥാനം മുന്നോട്ട് വയ്ക്കുക. എങ്ങനെയാണ് കേന്ദ്രം ഇതിൽ നിലപാടെടുക്കുക എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. ഇന്ന് ചേരുന്ന CPI സംസ്ഥാന കൌൺസിലും ഈ വിവാദം ചർച്ച ചെയ്യുന്നുണ്ട്. CPI നേരത്തെ തന്നെ കടുത്ത നിലപാടെടുത്തിരുന്നു. കത്ത് വൈകുന്ന കാര്യത്തിൽ CPI ഏതെങ്കിലും തരത്തിലുള്ള വിമർശനം ഉയരുമോ എന്ന് വ്യക്തമല്ല. കഴിഞ്ഞ ഞായറാഴ്ച ചേർന്ന CPM സംസ്ഥാന സമിതി യോഗത്തിലും കരാറിൽ ഒപ്പിട്ടതിനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നത്. മുന്നണിയുടെ പാർട്ടിയുടെ നയപരമായ തീരുമാനമല്ലാത്തൊരു കാര്യം എങ്ങനെയാണ് കരാറായി വരിക, എങ്ങനെയാണ് ഈ കരാറിൽ ഒപ്പിട്ടത്, എന്തുകൊണ്ടാണ് മുന്നണിയും മന്ത്രിസഭയും പാർട്ടിയുമൊക്കെ മറച്ചുവച്ചതെന്ന ചോദ്യം സംസ്ഥാന സമിതിയിൽ ഉയർന്നു വന്നു. വീഴ്ച പറ്റിയെന്ന് MV ഗോവിന്ദൻ സംസ്ഥാന സമിതിയിൽ മറുപടി നൽകി. അത് പിന്നീട് മാധ്യമങ്ങളോടും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇന്ന് തന്നെ കത്ത് നൽകി പദ്ധതി മരവിപ്പിക്കാൻ ആവശ്യമായുള്ള നടപടികളുമായി മുന്നോട്ട് പോകാനാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ തീരുമാനം.